ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ദോശയ്ക്കും ഇഡലിക്കൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത്, ഒരു 4 ചുവന്ന മുളക്, ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല, ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, നല്ല പഴുത്തൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ഈ മുളക് ഇട്ട് കൊടുക്കാം. ഈ മുളകൊന്ന് ഫ്രൈ ആയി വരണം, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ മുളകൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കരിയരുത്. ഇനി നമുക്കിതിലേക്ക് ആ പൊട്ടുകടലയും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ആ പൊട്ടുകടലയും കടലപ്പരിപ്പൊക്കെ ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അത് വരണവരേക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ അതാ പൊട്ടുകടലയും കടലപ്പരിപ്പും മുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതി നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാള കട്ട് ചെയ്ത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വരണം, അതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല ഗോൾഡൻ കളർ ആവേണ്ട, ഈ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. അതുവരേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ നല്ല ഒരു വഴറ്റി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ആ തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെന്തൊരു സോഫ്റ്റായി വരണവരേക്ക് ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതെല്ലാം നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ദോശയുടെ കൂടെയും അതുപോലെ ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയും കൂടിയാണിത്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആ സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും.